പേവിഷ പ്രതിരോധത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിൽ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ നഗരസഭാ കൌൺസിൽ തീരുമാനം. ഇതിന് മുന്നോടിയായി അടുത്ത ദിവസം മുതൽ തെരുവ് നായ്ക്കളുടെ കണക്കെടുപ്പ് തുടങ്ങും. നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കൾ ജനജീവിതത്തിന് വൻ ഭീഷണിയായ സാഹചര്യത്തിലാണ് കൌൺസിൽ യോഗം ഈ വിഷയം ചർച്ച ചെയ്തത്. ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തു. നമ്മൾ അതേമാതിരി ഇവിടെ പൊളിച്ചു കൊടുക്കാൻ നമുക്ക് റെസീറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ രേഖയിൽ രേഖപ്പെടുത്തി അപേക്ഷ നടത്തിയിട്ട് അത് പോയാലേ നമുക്ക് ഇത് കൂടുതൽ ഈ സുഹൃത്ത് പോയി വേറെ സുഹൃത്തുള്ള അപ്പകമായി ഒരു ഇറങ്ങിയിട്ട് വീണ്ടും കുട്ടികൾ അപ്പൊ അതുകൂടിയും ഗവൺമെന്റ് ചെയർമാൻ ചുമതലപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. തെരുവുനായ കാര്യത്തിൽ ചെയർമാൻ എന്തായാലും അടിയന്തരമായ ഇടപെടൽ നടത്തണം. 2 ബാത്റൂമുകൾ നിലവിലെ പ്രൊജക്ട് പ്രകാരം അതിൽ വെച്ചിട്ടുള്ളൂ. പക്ഷെ അത്രയും പോരാ, അതിൽ കൂടുതൽ ബാത്റൂമുകൾ വേണമെന്നാണ് ഗവൺമെന്റ് ഡോക്ടർ അടക്കമുള്ള ആളുകളുടെ ആവശ്യം. അപ്പൊ അത് ചെയർമാനായിട്ട് MP ചെയർമാനായിട്ട് സംസാരിച്ചപ്പോൾ നഗരസഭ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യാം എന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇന്ന് MP സൂചിപ്പിച്ചത്. അതിന്റെ എന്തെങ്കിലും നടപടികൾ ആയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇനിയിപ്പോ മറ്റു വർക്കുകൾ ബിൽഡിംഗ് വർക്കുകളൊക്കെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുഴുവൻ തെരുവ് നായ്ക്കളുടെയും കണക്കെടുത്ത ശേഷം ഇവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ യോഗത്തിൽ തീരുമാനമായി. അനിമൽ ബർത്ത് കൺട്രോൾ പരിപാടിയിൽ ABC സെന്ററുകളിൽ എത്തിച്ച് വന്ധ്യംകരിക്കുന്ന തെരുവ് നായ്ക്കളെ വീണ്ടും നഗരത്തിൽ കൊണ്ടുവന്ന് തുറന്നുവിടുന്നതും ചർച്ചാ വിഷയമായി. ഇത് തടയാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കും. 10ഓളം അജണ്ടകളാണ് ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിന്റെ പരിഗണനയ്ക്കെത്തിയത്. വാക്സിൻ നൽകാൻ വേണ്ടി വിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ നമുക്ക് ₹1,00,000 പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഡോഗ് ക്യാച്ചർമാരെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവരെ അന്വേഷിച്ച് അവരുടെ കൂടി സാന്നിധ്യത്തിൽ വേണം ഇതിൻ്റെ വാക്സിനേഷൻ നൽകാൻ. അപ്പോൾ അതിൻ്റെ ഏർപ്പാടുണ്ടാക്കാൻ പറഞ്ഞു. 8 ദിവസങ്ങളിൽ ഏർപ്പാടാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.